അപ്പൊ കമോൺ എവരിബഡിയുടെ അടുത്ത ക്രിസ്മസ് വീട് എൻ്റെ വീട്. അപ്പൊ അതിലേക്ക് വരും. എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഞങ്ങളുടെ ഹാപ്പി സ്പേസ്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, പിന്നെ ക്രിസ്മസ്, കേക്ക് കട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടി ഈ ബെഞ്ചിൽ ഞങ്ങൾ തെള്ളിക്കൊള്ളും. ഇതെൻ്റെ ക്രിസ്മസ് വില്ലേജ് ആണ്. വർഷങ്ങളായിട്ട് നമ്മൾ കളക്ട് ചെയ്ത കുഞ്ഞതും വലുതുമായിട്ടുള്ള ഹോമുകൾ, ട്രീസ്, റെയിൻഡിയർ, അങ്ങനെ ഈ ട്രെയിനിൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം, പിന്നെ ഹോഴ്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കാറ്. ഇതാണ് എൻ്റെ സാമ്രാജ്യം. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, പരദൂഷണം എല്ലാം ഇവിടെയാണ്. ഇതെന്തോന്നറിയാമോ? കാണിക്കാം. ഇതൊരു ഇത് ചെരവ. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഡെക്കറേഷൻസ് ഒന്ന് നോക്കി നോക്കുക. സാധാരണ ഈ ഡോറയിലൊക്കെ വരുന്നതാണ്. ഇത് നമ്മുടെ കൊച്ചിൻ്റെ റൂമാണ്, എൻ്റെ മോളുടെ. അപ്പൊ അവൾക്ക് ഏഞ്ചൽസ് ഇഷ്ടമാണ്. അപ്പൊ അവൾക്ക് ഇഷ്ടമുള്ള സാധനമാണ്. അപ്പൊ അവള് വലുതായപ്പോ ഇഷ്ടങ്ങളൊക്കെ മാറി. എന്നാലും നമ്മുടെ കുഞ്ഞു കൊച്ചല്ലേ, നമുക്ക് എത്ര വലുതായാലും. അപ്പൊ അവളുടെ കുഞ്ഞിലത്തെ ആഗ്രഹമാണ് ഇവിടെ കാണുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ക്രിസ്മസ് ഫാദർ, ഏഞ്ചൽസ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അപ്പൊ ഞാൻ അവളുടെ റൂം സെറ്റ് ചെയ്തേക്കുന്നത് ഞങ്ങളുടെ സ്വന്തം മുറി. എനിക്ക് എല്ലാ സീസണിലും ഈ അമ്മാമ്മയുടെ ഒരു ഷീറ്റ് ഇട്ടില്ല, എന്തെങ്കിലും ഒരു സാധനം ഇട്ടില്ലേ ശരിയാവില്ല. അപ്പം ഈ മുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് ഈ മുറി ഭയങ്കര ഇഷ്ടമുള്ള മുറിയുമാണ്. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ മുറിയാണേലും ഇതിനകത്ത് കുറച്ച് പഴമയും പുതുമയും എല്ലാം കൂടെ കോർത്തിണക്കിയ ഒരു മുറിയാണ്. ഇത് നമ്മുടെ ജോമിനി ചേച്ചി, ജോമിനി ജോൺസൺ ചേച്ചിയുടെ വീട്ടിലോട്ട് നമ്മൾ വന്നതിനൊരു പ്രത്യേക കാരണമുണ്ട്. നമ്മൾ ഇതുവരെ കമോൺ എവരിബഡിയുടെ ഒരു എപ്പിസോഡിൽ ടച്ച് ചെയ്യാത്തൊരു സാധനമാണ് ഹോം സ്റ്റൈലിംഗ്. അത് നമ്മൾ കണ്ടു പഠിക്കാൻ വന്നിരിക്കുകയാണ്. ശരിക്കും ഒരു കൺഗ്രാജുലേഷൻസ് പറയട്ടെ. ഈ വീട് കയറി കണ്ടിട്ട് ഞാൻ ഭയങ്കര എന്താ പറയുക, വൈബ് അടിച്ചിരിക്കുകയാണ്. ശരിക്കും ക്രിസ്മസിൻ്റെ വൈബ് വന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഓരോ സീസൺ അനുസരിച്ച് വീട് സ്റ്റൈൽ ചെയ്യുന്ന ആളാണ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് കോഴ്സൊന്നും ചെയ്യുന്ന ആളല്ല കേട്ടോ. സ്വന്തം ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ ജോമിനി ചേച്ചി. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലാണ് നമ്മുടെ ചേച്ചിയുടെ വീട്. സാധാരണ ക്രിസ്മസ് ഡെക്കറേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ലൈറ്റ്സ് ഇടും, ഒരു പുൽക്കൂട് ഉണ്ടാക്കും, പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ചെയ്തു വെക്കും. ഇതൊരു വീട് മുഴുവൻ അങ്ങോട്ട് ക്രിസ്മസ് തീമിലോട്ട് അങ്ങ് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഫ്രണ്ട് തന്നെ കാണുമ്പോൾ നമുക്കറിയാം സിറ്റിംഗ് സ്പേസ് അടക്കം അപ്പുറത്തൊരു ചെറിയ ട്രീ വന്നിട്ടുണ്ട്. ഇവിടെ വരുന്ന ഹാങ്ങിങ്സ് എല്ലാം ക്രിസ്മസ് തീമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടുത്തെ ചവിട്ടി പോലും ഒന്ന് നോക്കി വെക്കുക, എന്നിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാം. മേരി ക്രിസ്മസ്. അപ്പം ഹാപ്പി ക്രിസ്മസ്. സ്വന്തം ഡിസൈൻ ചെയ്ത വീട്ടിൽ സ്വന്തമായിട്ട് കുറെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് സന്തോഷവതിയായിട്ടിരിക്കുന്ന ഒരു വീട്ടമ്മ, അതാണ് കേട്ടോ. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ലിവിങ് സ്പേസിലാണ്. ലിവിങ് സ്പേസിൽ ഓരോ കോർണറും, ന്യൂക്ക് ആൻഡ് കോർണർ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്കിവിടെ ഫുള്ള് ക്രിസ്മസ് തീം ആക്കി വെച്ചിരിക്കുന്നത് കാണാം. അതും നമ്മുടെ ആ ക്രിസ്മസിന്റെ ഒരു കളേഴ്സ് ഉണ്ടല്ലോ, വൈറ്റ്, ഗ്രീന്, റെഡ്, ഇതിങ്ങനെ എല്ലായിടത്തും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അല്ലേ ചേച്ചി? പറഞ്ഞോ. അതെ, അതപ്പം എനിക്ക് ടേബിൾ ലാംപ്സ് ഒക്കെ ഇഷ്ടമാണ്. അപ്പം ആ ലാമ്പിനൊക്കെ അതിൻ്റെ അടിയിലും ഒരു ഹോമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ക്രോഷ്യ ചെയ്തേക്കുന്നൊക്കെ ഐറ്റംസ് മോള് ചെയ്തതാണ്. ഈ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ വർഷം ഇവിടെ വൈറ്റും റെഡും കൂടെ ഉള്ള ഒരു തീം വരണമെന്ന്. അപ്പം അതെല്ലാം സെറ്റാണ് ഇവിടെ. ഇവിടുത്തെ ഈ വൈറ്റ് ആൻഡ് കോമ്പിനേഷൻ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്, സെറ്റ് ചെയ്തേക്കുന്നത്. ഓരോ സ്പേസും, ബെഡ്റൂം അടക്കം കിച്ചൺ അടക്കം എല്ലായിടത്തും വ്യത്യസ്തമായ തീമുകളാണ് വരുന്നത്. ഇവിടുന്ന് മാറി കഴിയുമ്പോൾ വേറൊരു തീമാവും. ഇവിടെ ഈ കുഞ്ഞു കുഞ്ഞു കുട്ടി സാധനങ്ങളും റെഡ് ആൻഡ് വൈറ്റും ഹോളി ബെറീസും ഹോളി ലീവ്സും വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന ചേച്ചിയാണ്. എല്ലാം സെറ്റ് ചെയ്യുന്നത് ഞാനാണ് ഈ വീട്ടിലെ ഞാനാണ് മുതലാളി. വന്നപാടെ ഞങ്ങളോട് പറഞ്ഞ ഈ വീട്ടിലെ ജാനു ഞാൻ തന്നെ, എല്ലാം ചെയ്യുന്നത് ഞാനാണ്. ഇതൊക്കെ ചേച്ചി സ്വന്തം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അങ്ങനെ ഇത് എപ്പോഴാ ചേച്ചി തുടങ്ങിയ ഈ ഒരു ഇഷ്ടം? എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ട്. പണ്ട് ബോർഡിങ്ങിലൊക്കെ പഠിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടാണ് ആദ്യം, എൻ്റെ സ്വന്തം വീടാണിത്.
ഡെക്കറേഷൻ തുടങ്ങിയത്. പിന്നെ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമായി. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യാൻ എന്നിട്ട് എൻ്റെ മക്കൾ എനിക്ക് ഭയങ്കര സപ്പോർട്ടിങ്ങാണ്. ഹസ്ബൻഡിന് ഇഷ്ടമാണ് കാണുന്നത്, സൈലന്റ് സപ്പോർട്ടറാണ് ഹസ്ബൻഡ്, ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ലിവിങ് സ്പേസ്, TV ഏരിയ ഒക്കെ നമ്മൾ കണ്ട് ഇങ്ങോട്ട് മാറുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറേ ക്രിബുകൾ ഉണ്ട്. കുഞ്ഞു മാതാവും ബേബിയും അവിടെ ആ ലിവിംഗ് റൂമിൽ അവർ മാത്രമേ ഉള്ളൂ. അമ്മയും കുഞ്ഞും മാത്രം, മാലാഹമാരും ഏഞ്ചൽസും. ഏഞ്ചൽസ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അവരാണ് ഇവിടെ. ഞാനിവിടെ ഒന്ന് നോക്കുമായിരുന്നു, എത്ര വെറൈറ്റി ക്രിസ്മസ് അപ്പൂപ്പന്മാരും, അതായത് സാന്താക്ലോസുകളും എത്ര വെറൈറ്റി സ്നോമാനും ഇവിടെ ഉള്ളതെന്ന്. അത് ഏഞ്ചൽസ് എന്താ പറയുക, ഒരു കണക്കിന് വീക്ക്നെസ് ആണെന്ന് പറഞ്ഞ് കറക്റ്റാണ്. ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും സാധനങ്ങളുണ്ട്. ശരിക്കും ഇത് നമ്മളൊരു നമ്മളെന്താ ബ്രോഡ്വേയിലെ ഒരു ക്രിസ്മസ് മെയിൻ ഷോപ്പിൽ പോയാൽ പോലും ഇത്രയും ഒരു സാധനം നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ ചേച്ചി? എത്ര വർഷത്തെ കളക്ഷൻ അല്ലേ? 10-15 വർഷമായിട്ട് 15 വർഷമായി ഇത് കളക്ഷൻ. ഒന്നും കളയില്ല. ഇതിന്റെ ഇടയിൽ 2 തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത സ്പേസ് എന്ന് പറയുന്നത് ഡൈനിങ് സ്പേസ്, പിന്നെ ഞങ്ങളുടെ ഹാപ്പി സ്പേസ്. ഇത് ഹാപ്പി സ്പേസ് ആണ്, ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലേ? ഇതാണ് ഞങ്ങളുടെ ഹാപ്പി സ്പേസ്. ഇതിന് ഹാപ്പി സ്പേസ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, പിന്നെ ക്രിസ്മസ്, കേക്ക് കട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടി ഈ ബെഞ്ചിൽ ഞങ്ങൾ തെള്ളിക്കൊള്ളും. എന്നിട്ട് ഇവിടെ ഇരുന്നാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങോട്ട് ഡയറക്റ്റ് സൺലൈറ്റ് ഉണ്ട്. അതെ, കേക്ക് കട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന ഏരിയ ആണിത്, നമ്മുടെ വീട്ടിലെ ഏറ്റവും. അപ്പൊ അതിനാണ് ഞങ്ങൾ ഇതിനെ ഹാപ്പി സ്പേസ് എന്ന് പേരിട്ടേക്കുന്നത്. ഈ കോർണർ ഒന്ന് കണ്ടു നോക്കൂ. അതെന്റെ എന്തുവാ, ആർട്ടിഫിഷ്യൽ ഒന്നുമല്ല, എല്ലാം ലൈവ് റിയൽ പ്ലാന്റ്സാ. ഇതെല്ലാം റിയൽ പ്ലാന്റ്സ്. ഇവരെ ഞാൻ ഏത് അവകാശത്തിലും പുറത്താക്കാറില്ല കേട്ടോ. എപ്പോഴും ഇവരെന്റെ കൂടെ ഉണ്ട്. അതിനിടയിൽ കുറച്ച് ക്രിസ്മസ് അവരെ കൂടെ ക്രിസ്മസിൽ കൊടുക്കും. ഈ വീട്ടില് ഏത് സമയത്ത് വന്നാലും ഇതുപോലെ സീസണല്ല. അതായത് ഇപ്പൊ ഇനി ഓണത്തിന് ക്രിസ്മസ് വെക്കാൻ പറ്റില്ല. ഓണത്തിന് എന്ത് ചെയ്യും? ഓണത്തിന് പിച്ചള പാത്രങ്ങള്, നമ്മുടെ ഉരുളി, ഓട്ടുപാത്രങ്ങള്, പിന്നെ വെങ്കല പാത്രങ്ങള്, വിളക്കുകള്, അങ്ങനെയുള്ള സാധനങ്ങൾ വരും. അതാണ് ഈസ്റ്ററിന് ബണ്ണീസ്. അപ്പൊ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാവും. ഈ ഷീറ്റ് എല്ലാം ഒരു റണ്ണേഴ്സും ഒക്കെ ബ്ലാക്ക് വൈറ്റ്. പിന്നെ എല്ലായിടത്തും ഇത്രയും വരൂല, എന്നാലും എല്ലായിടത്തും ബണ്ണികൾ വരും. ഈസ്റ്റർ എഗ്, ബണ്ണീസ് ഒക്കെ വരും. എല്ലാ സമയത്ത് വന്നാലും ഇതെല്ലാം അറേഞ്ച്ഡ് വീടാണ്. അതെ, ഇത് എനിക്കൊരു ഞാൻ പറഞ്ഞില്ല, ഇതെന്റെ ഒരു പാഷനാണ്. പിന്നെ എനിക്കൊരു വീട് വെക്കുക, അവിടെ താമസിക്കുക എന്ന് പറയുന്ന ഒരു വലിയ, പഴയ വീട്ടിലാണല്ലോ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇത് വളരെ ആഗ്രഹിച്ച് ഭയങ്കര ഇഷ്ടപ്രകാരം ഇതിന്റെ ഈച്ച് ആൻഡ് എവറി കോർണേഴ്സ് നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിച്ച് നമ്മളുടെ സ്വന്തം ഇഷ്ടമാണ് ഇതിനകത്ത് കാണുന്നത്. അതിനകത്ത് കുറച്ച് പോരായ്മകളുണ്ട്. അത് പക്ഷെ ഞാൻ വീട് വെക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. അതാണ് വേണ്ടത് അല്ലേ? നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തവർക്ക് അത് വരരുത്. അപ്പൊ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇതെന്റെ ക്രിസ്മസ് വില്ലേജ് ആണ്. വർഷങ്ങളായിട്ട് നമ്മൾ കളക്ട് ചെയ്ത കുഞ്ഞതും വലുതുമായിട്ടുള്ള ഹോമുകൾ, ട്രീസ്, റെയിൻഡിയർ, അങ്ങനെ ഈ ട്രെയിനിൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. പിന്നെ ഹോഴ്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കാറ്. അപ്പോൾ ഈ വർഷമാണ് ഞാനിത് ഒരു വില്ലേജായിട്ട് സെറ്റ് ചെയ്തത്. ഇത് വൈറ്റും റെഡും മാത്രമുള്ള വില്ലേജാണ്. ഇനി ഒരു വില്ലേജും കൂടെ ഉണ്ട്. അതെവിടെയാ? അതപ്പുറത്ത്. ഇതിന് നമ്മുടെ ഗിഫ്റ്റ് കോർണർ പോലെ ഞാൻ ഉണ്ടാക്കിയേക്കുന്നതാണ്. അതായത് ഇവിടെ എല്ലാം ഗിഫ്റ്റുകളാണ്, സെറാമിക് ഗിഫ്റ്റ് താഴെയുണ്ട്. അതാണ് ഈച്ച് ആൻഡ് എവറി കോർണർ നമ്മുടെ ക്രിസ്മസ് ആക്കി. അതാണ് നമ്മളുടെ ആഗ്രഹം. വലിയൊരു ബെല്ലൊക്കെ. ഈ ലാമ്പ് നല്ല രസമുണ്ടല്ലോ. അത് നമ്മൾ ചെയ്തേ, ഞാൻ തന്നെ ചെയ്തേ. അപ്പൊ എനിക്കിങ്ങനെ കുറച്ച് പേൾസ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ അതിനകത്തിൽ ഇട്ടു. അപ്പൊ നല്ല രസമുണ്ട്, ലൈറ്റും ആ പേളും കൂടെ വന്നപ്പോ. ശരിയാണല്ലോ, സെറ്റാണല്ലോ. ഇതുപോലെ നമ്മുടെ ഡൈനിങ് സ്പേസിലോട്ട് വരുവാണെങ്കിൽ ഈ നടുക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ചേച്ചി തന്നെ? ഞാൻ തന്നെ ചെയ്തതാണ് ഈ സെൻട്രൽ പീസ്. ഇതൊക്കെ ഈ വർഷത്തെ ഒരു അഡീഷനാണ്. നമുക്ക് അധികം നടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ഈ വീട്ടിലിരുന്നുള്ള പരിപാടികളായിരുന്നു, കാല് മേലാത്തത് കൊണ്ട്. കാല് മേലാത്ത ആളാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കാല് മേലാത്തതുകൊണ്ട് കുറേ കൈകൊണ്ട് ചെയ്ത് ഈ വർഷത്തെ ആദ്യം ഇതെല്ലാം ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ചെയ്യുന്നതാണ്. ഇതാണ് ഒഫീഷ്യൽ ക്രിബ്. ഇതല്ല, ഇതാ ഒഫീഷ്യൽ. ഇതേ ഉള്ളു. നമുക്ക് ഇതിനെ ഉണ്ടായിരുന്നതാണ്. ഇവരെ മറ്റൊരു കുടുംബം മാത്രമാണ്. പക്ഷെ ഇത് ഭയങ്കര രസമുണ്ട്. ബാക്കിൽ ഒരു മിറർ ഒക്കെ വെച്ചിട്ടല്ലേ? അതെ. ഇതിന്റെ മേളിലാണ് നമ്മുടെ ഫാമിലി ഫുൾ. എന്റെ ഫാമിലി ഫുള്ളുണ്ട്. ഹസ്ബൻഡ്, മോന്,
മോളുടെ ഹസ്ബൻഡ്. ഓ, അടുത്ത ടൗൺഷിപ്പിലോട്ട് പോയാൽ അടുത്ത ടൗൺഷിപ്പിലോട്ട് പോവാം. ഇതൊരു ജിഞ്ചർ ബ്രെഡിന്റെ തീമാണ്. അപ്പൊ എല്ലാം ഒന്നും ജിഞ്ചർ ബ്രെഡ് അല്ലെങ്കിലും അതിനോട് ചേരുന്ന കുറച്ച് സംഭവങ്ങളോട് ഞാൻ ഇപ്പുറത്തോട്ടാക്കി. അത് ജിഞ്ചർ ബ്രെഡിൽ നിന്ന് തുടങ്ങി ഇവിടെ ഒരു ഹട്ടിൽ വന്നാണ് അവസാനിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നും ഇത് വാങ്ങിക്കുമ്പോഴേ എനിക്ക് ഇതിനൊരു ഉദ്ദേശമുണ്ട്. അല്ലാതെ കടലിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുമല്ല. നമ്മൾ ഇവിടുന്ന് ഒരു സാധനം മനസ്സിലൊരു ഇന്റൻഷൻ ഉണ്ട്, സ്ഥലത്ത് വെക്കണം. അപ്പൊ അതിന് ചേരുന്ന ഒരു സാധനമാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഏതൊരു സാധനം ആദ്യമേ മനസ്സിൽ കണക്ക് കൂട്ടും, ഒരു ഫ്രെയിം ഇട്ടിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഇതാണ് എൻ്റെ സാമ്രാജ്യം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വീട്ടിലുള്ള സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണോ? കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മക്കളൊക്കെ വരുമ്പോൾ ഈ കിച്ചൺ ഡോർ വഴിയാണ് വരുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ എല്ലാം വന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് വർത്താനമൊക്കെ പറയുന്നത്. ഇവിടാണ് നമ്മൾ ഡൈനിങ് സ്പേസ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറില്ല. ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, പരദൂഷണം എല്ലാം ഇവിടെയാണ്. അതെന്തായാലും ഇപ്പൊ ക്രിസ്മസ് തീമിൽ അതെ, ക്രിസ്മസ് തീമിലുവാ. അപ്പം ഇതാണ് എൻ്റെ സ്വന്തം ഏരിയ. ബേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ബേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ബേക്കിങ്ങിന്റെ ഉള്ള ഓവനും ഒറ്റിച്ചിയും ഒക്കെ ആയത്. പിന്നെ എൻ്റെ ഞാൻ എല്ലാവരും എന്നോട് ചോദിക്കും ഇത് കുക്ക് ചെയ്യുന്നതാണോ? 24/7 കുക്ക് ചെയ്യുന്ന ഏരിയ കേട്ടോ ഇത്. എല്ലാരും ഒരു ഷോ കിച്ചൺ അല്ല, ഇത് ഷോ കിച്ചൺ അല്ല, എനിക്ക് ഒരു കിച്ചണേ ഉള്ളൂ കേട്ടോ. പിന്നെ വെളിയിൽ ഒരു വരാന്തയിൽ ഒരു ചുമ്മാ ഒരു സ്റ്റൗ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വരുവാണെങ്കിൽ കുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ കുക്ക് ചെയ്യുന്നത് രാവിലെ തൊട്ട് രാത്രി വരെ ഇവിടെയാണ്. ഇത് ഞാൻ എനിക്ക് അങ്ങനെ എന്നോട് ചോദിച്ചായിരുന്നു വേറെ കിച്ചൺ മാഡത്തിന് വേണോ? അപ്പൊ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഒരു കിച്ചൺ 9 വർഷം മുമ്പ് പണിത വീടാണ്. 9 വർഷം മുമ്പ് പണിത് നമ്മളൊന്നും ചെയ്തിട്ടുമില്ല ഇതിനകത്ത്. ഓ, ഭയങ്കര ഇവിടെ വരുന്നവർ അതെ നമ്മള് ഇവിടെ വരുന്നവര് ചോദിക്കും എന്നായിരുന്നു ഇതിന്റെ പിന്നെ ബ്ലെസ്സിങ് എന്നൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. എക്സ്റ്റേണലൊക്കെ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്റീരിയർ പെയിന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. ഇത്ര സാധനം മാറ്റുന്നത് ഒരു ഹെറ്റിക്കാം. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇനി കിച്ചണിന്റെ ഓരോ കോർണറും കാണുവാണെങ്കിൽ എന്താണ് പറഞ്ഞില്ലേ, കിച്ചണിൽ വരെ എൻ്റെ മിനിയേച്ചർ ക്രിബ്. കിച്ചൺ ആണല്ലോ നമ്മുടെ ഇഷ്ടമുള്ള ഏരിയ. അപ്പൊ അവിടെ കൊണ്ടുവന്ന് ഇവരെ വെച്ച് ഈ മിനിയേച്ചർ സാധനങ്ങളോട് നമുക്ക് ഭയങ്കര ഇഷ്ടം. മിനിയേച്ചർ കപ്പ്, സോസർ എല്ലാം ഉണ്ട്. ഇപ്പൊ ക്രിസ്മസ് ആണ്ട് ഇവരൊക്കെ വന്നത്. പിന്നെ ഇത് നമ്മുടെ ഒരു പഴയ കാലത്തെ തൊടവ, ഭരണിന്നൊക്കെ ഇങ്ങനെ എണ്ണ കോരുന്നേ. അപ്പൊ അത് ഞാൻ അതിനെ ഒന്ന് ക്രിസ്മസി ആക്കിയേ. ഇത് ഞാൻ തന്നെ ചെയ്ത ലാഡർ, ഈ സാന്റാക്ലോസും ഈ ഇതെല്ലാം. ലാഡർ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഡെക്കറേഷൻ എല്ലാം ഞാൻ കൊടുത്തു. ഇത് മേളിലോട്ടൊക്കെ നോക്കിയാൽ എല്ലായിടത്തും ക്രിസ്മസ് തന്നെ. നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് എല്ലാം തന്നെ ക്രിസ്മസ് തീമിലോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ അവിടെ എല്ലാം നിറയെ ക്രിസ്മസാ. അവിടുത്തെ കേട്ടൺ തന്നെയാണെങ്കിലും ക്രിസ്മസ് തീമാണ്. ഇതൊരു ഐലൻഡ് സ്പേസ് പോലെ ഇതൊരു നമ്മള് ഇത് ഇങ്ങനെ മൂവബിളാ. അപ്പൊ അതിനടിയിൽ കുറെ നമുക്ക് അത്യാവശ്യമുള്ള ടവൽസ് അങ്ങനെയൊക്കെ വെക്കുന്നതാണ്. ശരിക്കും ഒരു ഐലൻഡ് കിച്ചൺ പോലെ തോന്നുമെങ്കിലും ഇതൊരു ഹെൽപ്ഫുൾ ഏരിയ. ഇത് ഞാൻ ഒരിടത്ത് കണ്ട് എനിക്ക് ഇൻസ്പയർഡ് ആയി വെച്ച. പിന്നെ എന്റെ ഇതെന്തോന്നറിയാമോ? ഇത് കാണിക്കാം. ഇതൊരു ചെരവ. ഓ, ഇതിങ്ങനെ ഇതിന്റെ ചെറിയ മിനിയേച്ചർ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര വിശാലമായി. എന്നിട്ട് അത്യാവശ്യം നമുക്ക് സ്റ്റോറേജ് ആയിട്ട് തേങ്ങ ഒക്കെ പൊതിച്ചു വെക്കാം. ഇനി എന്തോ ഇങ്ങനെ സ്റ്റോർ ചെയ്തൊക്കെ അത്യാവശ്യം സ്റ്റോർ ചെയ്യാം. മൊത്തം തേങ്ങയുടെ ഏരിയ ചെലവൊന്നും ഏരിയ. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഡെക്കറേഷൻസ് ഒന്ന് നോക്കി നോക്കുക. സാധാരണ ഈ ഡോറയിലൊക്കെ വരുന്നതാണ്. ഇത് കണ്ട് കട്ടിംഗ് ബോർഡ്. ഇതിനെല്ലാം ഞാൻ ക്രിസ്മസ് ചെയ്തതാണ്. ഞാൻ വെച്ചേക്കുന്ന ഇതല്ല. എന്ത് രസമായിട്ടാ ഓരോ സ്ഥലങ്ങൾ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കട്ടിംഗ് ബോർഡ് കാണുന്നത്. ഈ ട്രെയിൻ ഒരു വീക്ക്നെസ് ആണ്. ട്രെയിൻ ഒരു വീക്ക്നെസ്സാണ്. എന്റെ ആദ്യകാല ട്രെയിനാണ്. അപ്പൊ ഇച്ചിരി ഡാമേജ് ഒക്കെ പറ്റി, പക്ഷെ കണ്ടാ പറയില്ല. പിന്നാണ് മറ്റവരെ വാങ്ങിച്ചത്. നമ്മുടെ ഷൂസ് ഇതുണ്ടോ, ഈ ഒരു ഏരിയ ഫുള്ള് ഇവർക്ക് വേണ്ടി തന്നെ കൊടുത്തിരിക്കുകയാണ്. അതെ, ഇത് ഞാൻ ചെയ്തതാണ്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നെയാണ്. അപ്പം ബ്രാസ് ആയതാലും ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ അതിന് ക്രിസ്മസ് ആയി. എന്തൊരു ഐഡിയ. ഇതുണ്ടോ, ടവല് പോലും റെഡ് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ നമുക്ക് ഗിഫ്റ്റ് തരുന്നത് കൊണ്ട് ക്രിസ്മസിന് നമുക്ക് ഗിഫ്റ്റ് കിട്ടും. ഇതൊക്കെ ഗിഫ്റ്റാ. ഇതും എനിക്ക് ഗിഫ്റ്റാ. എനിക്ക് എൻ്റെ പാഷൻ കണ്ട്
തന്ന ഗിഫ്റ്റാണ് ഇതും. എല്ലാം തോട്ട്ഫുൾ ഗിഫ്റ്റാ ഓ നമുക്ക് ശരിയാ, തരുന്നത്. അതിന്റെ ആ ടവല് എല്ലാം എനിക്ക് ഓരോരുത്തർ ഗിഫ്റ്റ് തരുന്നേ. ഇത് കണ്ടോ, ക്രിസ്മസിന് ബേക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇതേ ഉപയോഗിക്കും എടുക്കാൻ. അല്ലാത്ത ഒരെണ്ണം എനിക്ക് പറ്റില്ല. ഇപ്പൊ ഓണത്തിനാണെങ്കിൽ ചിലപ്പോ മാവേലിയുടെ ചിഹ്നമുള്ളതായിരിക്കും. ഓണത്തിന് കേക്ക് വേണ്ടല്ലോ. കേക്ക് വേണ്ട, എന്നാലും കേക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പൊ ക്രീമൊക്കെ വരും. ഇതെന്റെ മോന്റെ റൂമാണ്. അപ്പം അവനിവിടെ ഇല്ല, എന്നാലും നമ്മൾ ക്രിസ്മസാ. പിന്നെ ഇതും അത് തന്നെയാണ് നമ്മുടെ ഹോളി ലീവ്സും ബെറീസും കൂടെ ഉള്ള പാനൽ വർക്ക് വെച്ചിട്ടുള്ള തീമ. ബെഡ്ഷീറ്റ് പിന്നെ കോർണേഴ്സ് 2 ടേബിൾ സൈഡിലും വന്നു. അത് നമ്മളൊരു ടിന്ന് ഞാൻ ബോട്ടിൽ ഹോൾഡറായിട്ട് ഉണ്ടാക്കി എടുത്തേക്കുന്നതാണ്. വെച്ചേക്കുന്ന കണ്ടോ, ബോട്ടിൽ വെച്ചേക്കുന്നത്. അപ്പൊ അത് വഴുതി ഒന്നും വീഴത്തില്ല അതിനകത്തിൽ ഇങ്ങനെ. അത് റെഡില്ല, അതൊരു ടവലിനെ നമ്മൾ അങ്ങ് ആക്കി എടുത്തേ. പിന്നില്ല നോക്ക്. ഓ ഇത് ഫുള്ള് ക്രിസ്മസ് തീം തന്നെയാണ്. ഈ സൈഡ് ഫുള്ള് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇവിടെ അറ്റത്തൊരു സാന്റായി. ഇത് കുഞ്ഞുങ്ങള് കുഞ്ഞായിട്ടപ്പോ വാങ്ങിച്ചാണ്. ഇപ്പൊ അവര് വലുതായപ്പോ നമ്മള് കോണ്ടർ വെക്കാൻ. ഈ ഹാഫ് ബോ ഞാൻ ഉണ്ടാക്കിയാന്നേ. എന്റെ ഈ വർഷത്തെ ക്രിസ്മസ് തുടങ്ങുന്ന ഈ കർത്താവിന് ഇത് വെച്ചിട്ടാണ്. അപ്പൊ പുള്ളിക്ക് ഒലീവ്സ് ഒക്കെ ഇഷ്ടമാണല്ലോ. പുള്ളിയുടെ ഒലീവ്സും എനിക്ക് ഇഷ്ടമുള്ള പോയിൻസിറ്റ ഫ്ലവറും അവിടെ വെച്ചേക്കുന്നത്. ശരിക്കും പ്രാർത്ഥനയാണല്ലേ ഇതൊക്കെ. അവിടെ നിന്നാണ് നമ്മള് തുടങ്ങുന്നത്. അതൊരു ദൈവാധീനം വേണമല്ലോ ഏതൊരു കാര്യത്തിനും. ഇനി ഇതാണ് നമ്മുടെ ഫാമിലി ലിവിങ്. ഇത് നമ്മൾ ഇങ്ങനെ ഒരു എൻട്രൻസ് വെച്ചിട്ടാണ് ഇതിനെ വെൽക്കം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കോർണർ ശരിക്കും ഭയങ്കര രസമുണ്ട്. ഇതിനകത്തില് നമ്മുടെ ഗാർഡനും വരുവേ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഗാർഡൻ ഏറിയായി. ഈ ലിവിങ് സ്പേസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ സാന്റായും ഈ ഷെൽഫും. ഈ കുഞ്ഞു ഷെൽഫ് ഇത് വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ വാങ്ങിച്ചാണ്. അത് തീം അനുസരിച്ച് ഓണമൊക്കെ ആകുമ്പോൾ സിൽവർ സാധനങ്ങൾ വരും. ക്രിസ്മസിന് ഈ കുഞ്ഞു കുഞ്ഞ് ക്രിസ്മസി വരും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഞാൻ ക്രിസ്മസ് ആകുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഡെക്കോറെ. അത് കഴിയുമ്പോൾ ഇതിനെ മാറ്റിയിട്ട് അടുത്തത് വെക്കും. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ ഇയാള്. ഈ ക്രിസ്മസ് നമ്മുടെ ഫാദർ ഓർണമെന്റ്സും ഗിഫ്റ്റുമായിട്ടൊക്കെ പോകും, ആർക്കൊക്കെയോ കൊടുക്കാൻ. പിന്നെ സിനമൺ സ്റ്റിക്ക് നമ്മുടെ ആഘോഷങ്ങളുടെ ഒരു ഭാഗമാണ്. ക്രിസ്മസിന്റെ ഒരു തീമാണ് ഈ സിനമൺ സ്റ്റിക്ക്. അതും ഞാൻ റോൾ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട്. അതെ, ഇവിടെ ഇരിക്കുന്ന നമ്മൾ സിറ്റിംഗ് സ്പേസ് നോക്കുവാണെങ്കിൽ ഇവിടെ ഡിഫറെന്റ് എല്ലാം വെറൈറ്റി പില്ലോ കവേഴ്സ്, പക്ഷെ എല്ലാം ക്രിസ്മസ് തീം. ഇത് എനിക്ക് ചെക്സ് ഇഷ്ടമാണ്. അപ്പൊ ഇത് നമുക്ക് അല്ലാത്തപ്പോഴും ഉപയോഗിക്കാം. പക്ഷെ ഇതിന് ബോ ഞാൻ തന്നെ സെറ്റ് ചെയ്തു. അപ്പൊ അവര് ക്രിസ്മസ് ആയി. അല്ലാത്തവരെ നമ്മൾ ക്രിസ്മസ് ആക്കും. ഇത് നമ്മുടെ കൊച്ചിന്റെ റൂമാണ്, എൻ്റെ മോളുടെ. അപ്പൊ അവൾക്ക് ഏഞ്ചൽസ് ഇഷ്ടമാണ്. അപ്പൊ അവൾക്ക് ഇഷ്ടമുള്ള സാധനം. അപ്പൊ അവള് വലുതായപ്പോ ഇഷ്ടങ്ങളൊക്കെ മാറി. എന്നാലും നമ്മുടെ കുഞ്ഞു കൊച്ചല്ലേ, നമുക്ക് എത്ര വലുതായാലും. അപ്പൊ അവളുടെ കുഞ്ഞിലത്തെ ആഗ്രഹമാണ് ഇവിടെ കാണുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ക്രിസ്മസ് ഫാദർ, ഏഞ്ചൽസ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അപ്പൊ ഞാൻ അവളുടെ റൂം സെറ്റ് ചെയ്തേക്കുന്നത് ഗാർഡിയൻ ഏഞ്ചലും മറ്റേ ഏഞ്ചൽസും ഒക്കെ വെച്ച് ക്രിസ്മസ് ഫാദറിന്റെ ഷീറ്റ്. ഇവളുടെ റൂമിനും ഉണ്ട് ഈ വ്യൂ, പുറത്തോട്ടുള്ള ഗാർഡൻ വ്യൂ. ഇത് നമ്മുടെ ഫ്രെയിമാണ്. പക്ഷെ ഇതിനകത്തില് ടിഷ്യൂ ആണ് ഇരിക്കുന്നത്. ടിഷ്യൂ ആണോ? ടിഷ്യൂനെ നമ്മൾ തേച്ച് ഒരു ഫോട്ടോ ആക്കി വെച്ചേക്കും. അത് വേറൊരു റൂമിൽ വേറൊരു റൂമിൽ പോട്ടെ, ഇനി ഗസ്റ്റ് ബെഡ്റൂമിൽ. അപ്പൊ അതിങ്ങനെ ഇവിടുത്തെ ബെഡ്ഷീറ്റും അവിടുത്തെ പില്ലോസ് ഒക്കെ നോക്ക്, നല്ല രസമുണ്ട്. ഇതെല്ലാം കൊച്ചിന്റെ കൊച്ചിലത്തെ ആഗ്രഹങ്ങളാണ്. ഇപ്പൊ ഇഷ്ടം മാറി കാണുമായിരിക്കും, നമുക്കറിയത്തില്ല. മമ്മ ഇപ്പോഴും എന്നെ കുഞ്ഞായിട്ട് കാണുന്നെന്ന് അവള് പറയുന്നത് കേട്ടോ. ഇതെന്റെ മാസ്റ്റർ ബെഡ്റൂം ആണ്. നിങ്ങളുടെ മുറി? അതെ, ഞങ്ങളുടെ സ്വന്തം മുറി. അപ്പൊ ഇവിടെ കുറച്ചുകൂടെ സീനിയർ പോലത്തെ ഷീറ്റൊക്കെയാണ് പോയിൻസിറ്റ. ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്. അപ്പം എനിക്ക് എല്ലാ സീസണിലും ഈ അമ്മാമ്മയുടെ ഒരു ഷീറ്റ് ഇട്ടില്ല, എന്തെങ്കിലും ഒരു സാധനം ഇട്ടില്ലേ ശരിയാവൂല. ഇത് ചെയ്യുന്ന ആള് റീനമ്മാമ എന്നാ പറയുന്നത്. അപ്പം എൻ്റെ എല്ലാ ആഘോഷങ്ങൾക്കും അമ്മാമ്മയുടെ ഒരു എംബ്രോയിഡറി സാധനമാണ്. മോടെ കല്യാണം, ഹൗസ് വാമിങ് എല്ലാം. അപ്പൊ അമ്മാമ്മ ഇല്ലാതെ എനിക്ക് പൂർണ്ണമാകത്തില്ല. തവണത്തെ അമ്മാമ്മയുടെ ഷീറ്റാണ്. ഇതും അത് തന്നെ. ഗാർഡൻ വ്യൂ ഉണ്ട് ഈ റൂമിനും. ഈ ഒരു ഏരിയ നോക്കി നോക്ക്, എല്ലാം റെഡും വൈറ്റും. പിന്നെ എല്ലായിടത്തും ഇതുപോലുള്ള ചെറിയ പില്ലോസും ഒക്കെ ആയിട്ട് ഫുൾ റിച്ച് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് നോക്കൂ, ഷെൽഫ്. പിന്നെ സൈഡ് ടേബിള്,
ഇതിപ്പം നമ്മൾ രാത്രി കിടക്കാൻ നേരത്തെ മോതിരവും മാലയും ഒക്കെ ഊരി വെക്കാൻ വേണ്ടി ഉള്ള ട്രേ ആണ്. അപ്പം ഞാനതൊക്കെ ഊരി വെക്കുന്ന ഒരാളാണ്. അപ്പം അതിനു വേണ്ടി എല്ലാത്തിനും കൃത്യമായ ഏരിയയും കൃത്യമായ പർപ്പസും ഉണ്ടെന്നുള്ളതാണ് അതിന്റെ കാര്യം. പിന്നെ എനിക്ക് ഈ പ്ലേറ്റ്സ് ഇഷ്ടമാണ്, ഈ വാൾ പ്ലേറ്റ്സ്. അതിന് ഈ അതും ക്രിസ്മസ്. ഇതൊക്കെ എവിടെ സൂക്ഷിച്ചു? എല്ലാം ലോഫ്റ്റ് ഉണ്ട്. ലോഫ്റ്റിനകത്തിലാണ് നമ്മളെല്ലാ മുറിക്കും ലോഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലോഫ്റ്റിനകത്തിൽ ഓരോന്നും ബബിൾ റാപ്പ് ചെയ്ത് വെക്കണം, അല്ലെ പൊട്ടിപ്പോ അടുത്ത വർഷം. അപ്പോൾ ഈ വർഷം വെക്കുമ്പോൾ ഇത് തുടച്ച പൊടിയൊക്കെ തട്ടിയാണ് നമ്മൾ സേഫായിട്ട് വെക്കും. അപ്പോൾ അടുത്ത വർഷം നമുക്ക് വലിയ പരിപാടിയൊന്നുമില്ല, അതെടുത്തങ്ങ് വെച്ചാൽ മതി. ഞാൻ തന്നെയാണ് ലോഫ്റ്റിൽ നിന്ന് എടുക്കുന്നത്, ലെഫ്റ്റിൽ നിന്ന് താഴോട്ട് വെക്കുന്നത്, മേലോട്ട്. കൃത്യമായി നമുക്കറിയാം ഇത് എവിടാ വെക്കുന്നതെന്നൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനെല്ലാം ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ല, ലിസ്റ്റ് അല്ല. ഇപ്പൊ ക്രിസ്മസ് ഒത്തിരി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊന്നും നമ്മൾ ക്രിസ്മസ് ചെയ്യുന്നു, ഇപ്പൊ നമ്മൾ ഓണമായി, ദീപാവലിയായി, പിന്നെ ഈസ്റ്റർ ആയി. അപ്പം ഹാലോവിനും ഞാൻ ചെയ്യും. അപ്പം ഹാലോവിൻ്റെ വീഡിയോ ഒക്കെ ഇൻസ്റ്റയിലുണ്ട്. അപ്പം ഞാനിങ്ങനെ പംകിൻ, ഹാലോവിൻ, റാബിറ്റ്, ഈസ്റ്റർ എന്നൊക്കെ ബോർഡ് ആ കാർട്ടൺ ബോക്സിൽ എഴുതി തുടങ്ങി. അല്ലെ തിരിച്ചറിയത്തില്ലല്ലോ ഇത് ഏതാന്നുള്ളത്. പിന്നെ ഏരിയകളും തിരിച്ചു. ഇത് ക്രിസ്മസ് സാധനം വെക്കുക, ഇത് ഹാലോവിൻ വെക്കുക, ഇത് ഈസ്റ്റർ വെക്കുക, അങ്ങനെ. അപ്പോൾ എപ്പോഴും എനിക്ക് മാറ്റങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എപ്പോഴും നമ്മൾ പുതുമയായി വീട്ടിൽ വരുന്നവരൊക്കെ എല്ലാവർക്കും എന്ന് വന്നാലും അവരൊരിക്കലും ബോറടിക്കത്തില്ല കേട്ടോ. എന്നും ഇത് മാറിക്കൊണ്ടേ ഇരിക്കും. ഇതിപ്പോ നമുക്ക് കൂടുതൽ ചെറിയ ചെറിയ ഇതുപോലത്തെ വിശേഷങ്ങൾ കാണണമെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ടല്ലേ? അതിന്റെ പേരെന്ന് പറഞ്ഞു കൊടുത്തോ. എൻ്റെ ഇൻസ്റ്റാ പേജ് ജോമിനി ജോൺസൺ എന്നാണ്. പക്ഷെ ഇൻസ്റ്റാ എന്നെ ഓമനപ്പേരിട്ട് വച്ചേക്കുന്നത് ജോൺ ജോമിനി എന്നാണ്. അപ്പോൾ എല്ലാവരും ആ ഇത് കാണുക. ഇതെൻ്റെ വീട്ടിലെ ലാസ്റ്റ് ബെഡ്റൂം. ലാസ്റ്റ് എന്ന് പറഞ്ഞാലും ഇതെൻ്റെ ഗസ്റ്റ് ബെഡ്റൂമാണ്. അപ്പോൾ ഈ മുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് ഈ മുറി ഭയങ്കര ഇഷ്ടമുള്ള മുറിയുമാണ്. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ മുറിയാണേലും ഇതിനകത്ത് കുറച്ച് പഴമയും പുതുമയും എല്ലാം കൂടെ കോർത്തിണക്കിയ ഒരു മുറിയാണ്. അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലോട്ടിംഗ് ഷെൽഫ്, അത് ഞാൻ ഒരാളെയും കൊണ്ട് ചെയ്യിച്ചെടുത്തതാണ്. അപ്പോൾ അതൊക്കെ വളരെ വൃത്തിയായിട്ട് അവർ ചെയ്തു തന്നു. iCloud ഇന്റീരിയർ ചെയ്തു തന്നതാണ് അവർ. പിന്നെ ഈ ഫോട്ടോ ഫ്രെയിംസ് കണ്ടോ, അതെല്ലാം അതന്നെ ടിഷ്യൂ വെച്ചിട്ട് ചെയ്തയാ. ഇത് സീസണല്ല കേട്ടോ, ഓരോന്നും അതിന്റെ അനുസരിച്ച് ഈ ഫ്രെയിമിനകത്തിൽ വരും. ആ കോർണറിലുള്ള ഡ്രസ്സിംഗ് ടേബിൾ പഴയ നമ്മുടെ പഴമയുടെ സാധനം എന്ന് പറയുമ്പോ ഏറ്റവും നന്നായിട്ട് തോന്നുന്നു. അതിന്റെ ഒരു കളറും അതിന്റെ കളറും. അതെ. ഈ ബെഡൊക്കെ പഴയതാണോ? അല്ല, ബെഡ് പുതിയതാണ്. ഇതിനകത്തിലെ ബെഡ് പില്ലോസ് കണ്ടോ, ഇത് പഴയ കാലത്തെ എൻ്റെ വല്യമ്മച്ചി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായിരുന്നേ. തയ്യലും എല്ലാം. അപ്പൊ അമ്മച്ചി പണ്ട് ഇത് ഈ പില്ലോസ് ചെയ്യുമായിരുന്നേ, ടൈയൊക്കെ ഉള്ള. അപ്പൊ എനിക്കിത് കണ്ടപ്പോ ഒരു നൊസ്റ്റ അടിച്ച് വാങ്ങിച്ചതാണ്. അമ്മച്ചിയാണ്. അപ്പൊ എനിക്ക് ഓർമ്മ വന്നേ, ഈ ബോയൊക്കെ കെട്ടി ഗിഫ്റ്റ് പോലെ. അപ്പൊ എനിക്ക് ഈ ഷീറ്റും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഒരു കോർണർ സ്പേസ് അതും പറഞ്ഞതിന്റെ കൂടെ രത്തനൊരു ഈ റൂമായിട്ട് ചേരുന്ന രീതിയിൽ ഇവിടെ ഒരു കൺസോൾ ടേബിൾ ഉണ്ട്. ഇതും പഴയതാണ്, ഇതെല്ലാം പഴയതാ. അവിടെയും നമ്മൾ നിറയെ ക്രിസ്മസ് ഇല്ലാത്തൊരു കോർണർ നമുക്കില്ല. നോക്ക, ഇത് നമ്മുടെ പഴയ ഒരു അമ്മച്ചി അലമാരിയാണ്. അത് അനക്കാനൊന്നും പറ്റില്ല. ഇത് അനക്കാനൊന്നും പറ്റൂല. ഇത് അനക്കാനേ പറ്റൂല. അതിനുമുണ്ട് ക്രിസ്മസ്. ഇത് എന്താ ശരിക്കും തേക്കാണോ? ഇത് തേക്കാം. അമ്മച്ചിയുടെ അമ്മച്ചിയും തയ്ക്കുന്ന ആളായിരുന്നു, എൻ്റെ മദറിൻലോ. അപ്പൊ അമ്മച്ചിയുടെ തയ്യൽ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്ന പാട്ടയാണ്. അതൊരു 10-60 വർഷം പഴക്കമുള്ളതാ ആ പാട്ട. ഞങ്ങള് ക്രിസ്മസ് ആക്കി. അങ്ങനെ മൊത്തത്തിലൊരു ക്രിസ്മസ് മയം. അങ്ങനെ ജോമി ചേച്ചിയുടെ ക്രിസ്മസ് വീട്ടിൽ നിന്നും ഞങ്ങൾ ഇറങ്ങാൻ നേരമായി. ഇത്രയും നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തതിനൊരു കൈ തരാതിരിക്കാൻ പറ്റില്ല. എന്താണ് ചേച്ചിയുടെ ഫ്യൂച്ചർ ഡ്രീം എന്നൊന്ന് പറഞ്ഞു കൊടുത്തത്? എൻ്റെ ഫ്യൂച്ചർ ഡ്രീം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹോം സ്റ്റൈലിസ്റ്റ് ആവുക എന്നുള്ളതാണ്. ഹോം സ്റ്റൈലിസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഹോം ഒരു സ്റ്റൈലിലല്ലേ നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരൊക്കെ വിദേശികൾ താമസിക്കുന്നുണ്ട്. അതായത് അമേരിക്ക, പല മിഡിൽ ഈസ്റ്റൊക്കെ താമസിക്കുന്നവർ വീടൊക്കെ പണിതിട്ടിട്ട് പുറത്തു പോയി താമസിക്കുക. അത് കഴിഞ്ഞിട്ട് അവർ നാട്ടിൽ വരുമല്ലോ, മാമോദിസ, കല്യാണം, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇപ്പോൾ ഓണമായാലും വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു ആഘോഷത്തിൻ്റെ ദിവസങ്ങളല്ലേ, അപ്പോൾ അവർക്ക് ടൈം കാണത്തില്ല വീട് ഇതുപോലെ സ്റ്റൈൽ ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ അത് ചെയ്തു തരാൻ, അല്ല എനിക്ക് അത് ചെയ്യാൻ ഇഷ്ടമുള്ള ആഗ്രഹമുള്ള പഠിച്ചതല്ല, സ്വന്തം പാഷൻ മാത്രം. അതെ 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 പഠിച്ച ഒന്നുമല്ല, എൻ്റെ സ്വന്തം പാഷനിൽ നിങ്ങളുടെ വീട് വന്ന് കണ്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സാധനം കൊണ്ടും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച്
ഹോം സ്റ്റൈലാക്കി തരുന്നതായിരിക്കും. ഇതിപ്പോ ഇപ്പൊ ഞാനിവിടെ കുത്തി കുത്തി ചോദിച്ചിട്ട് പറഞ്ഞൊരു സാധനം കേട്ടോ, എന്താ ചേച്ചി ഇതിനെ ഇനി ഫ്യൂച്ചറിൽ ഇതിനെ എങ്ങനെ കൊണ്ടുപോകുന്നു ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചേച്ചിയുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? തുടങ്ങല്ലേ? തുടങ്ങുക. അപ്പൊ സ്വന്തം വീട് മാത്രം ഭയങ്കര ഭംഗിയായിട്ട് വെക്കാതെ ആൾക്കാർക്കും പിന്നെ മനുഷ്യർക്ക് പലർക്കും ഇത് ആഗ്രഹം. എന്നെ കാണുന്ന പലരും പറയും, ഇപ്പൊ പലരും എന്നെ കണ്ട് ഇൻസ്പയർ ആയി അവരവരുടെ വീടുകൾ ചെയ്യും. അപ്പൊ വിളിച്ചൊക്കെ ചോദിക്കും, ചേച്ചി ഇത് എവിടെ വെക്കേണ്ടി, ഫോട്ടോ അയച്ചു തരും. ചിലപ്പോൾ നമ്മുടെ അടുത്തൊക്കെ ഉള്ളത് നമ്മൾ കൊണ്ടുപോകും. അപ്പൊ നമ്മൾ ചില വീട്ടിലൊക്കെ ചിലപ്പോൾ ഇത് ഇവിടെ അല്ലേ വെക്കേണ്ടി പറഞ്ഞൊന്ന് മാറ്റിയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അതായിരുന്നു റൈറ്റ് പ്ലേസ് എന്നൊക്കെ ഒരു തോന്നും, അവര് പറയാറുമുണ്ട്. അപ്പൊ അതും എനിക്ക് ഒരു ഇഷ്ടമാണ്, അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട്. അതെ അതെ, എനിക്ക് ഭയങ്കര ഒരു പാഷൻ. എൻ്റെ വീട്, എനിക്ക് വീടുകൾ കാണുന്നത്, നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോഴും വീട് കണ്ടാണ് ഞാൻ സഞ്ചരിക്കുന്നത്. പിന്നെ ഈ ഹോം ഡെക്കോസ് ഉള്ള കടകൾ, ഇന്ന കടയിൽ നിന്നൊന്നുമില്ല, ഏത് കടയിലും നമ്മൾ ചാടി കയറുക സാധനം വാങ്ങിക്കുന്നു. അപ്പോൾ ഇതൊരു ചേച്ചിയുടെ ഒരു ഫ്യൂച്ചർ പ്രൊഫഷൻ ആവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടിയാണ്, എന്നിട്ട് അതൊരു പാഷനായിട്ട് മുന്നോട്ട് വെക്കുന്ന ചേച്ചിക്ക് അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. ഇവിടെ വന്നിട്ട് 1 മാസം മുന്നേ ഹാപ്പി ക്രിസ്മസ് പറയേണ്ടി വരും, കാരണം നേരത്തെ ക്രിസ്മസ് വരുന്നൊരു വീടാണ്. അപ്പം എല്ലാവിധ നവംബർ തൊട്ടേ ക്രിസ്മസ്. അപ്പൊ എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങളുടെ സൈഡിൽ നിന്ന്. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു. ഹാപ്പി ക്രിസ്മസ്.